രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന വലിയ വിവാദമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞു, RSSും CPMനെയും ഞങ്ങൾ ആശയപരമായിട്ടാണ് എതിർക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? EMS എന്താ പറഞ്ഞിരുന്നത്? ഇവിടെ കോൺഗ്രസ് എന്നാണോ ഈ രാജ്യത്ത് നശിക്കുന്നത് അന്ന് ഈ രാജ്യം രക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് നശിച്ചാൽ രാജ്യം രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് നശിച്ചാൽ മാത്രമേ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുന്നിടത്ത് നിന്ന് EMS മുൻകാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരവധി യോഗങ്ങൾ. ഞാൻ നേരിട്ട് EMSൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളതാണ്. നേരിട്ടാണ് കേട്ടോ, അല്ലെ മറ്റൊരാൾ പറഞ്ഞ് പിന്നെ ദേശാമനിൽ എഴുതിയ ലേഖനങ്ങൾ ധാരാളമായി EMS. അതായത് കോൺഗ്രസ് ഇന്ത്യയിൽ നശിച്ചാൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ നശിപ്പിച്ചാൽ ഇന്ത്യ രക്ഷപ്പെട്ടു, അങ്ങനെ ഇന്ത്യ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ, അതുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കണം, അത് ആശയപരമായിട്ട് തന്നെയാണ് കോൺഗ്രസിനെ നശിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവസാനം EMS പോകുന്ന ആ മരണത്തിന് തൊട്ടുമുമ്പ് എഴുതിയ ഒരു ലേഖനമുണ്ട്. അതിൽ ദേവഗൗഡയുടെ സംവിധാനത്തെ കൂടി, പ്രധാനമന്ത്രിയായ ദേവഗൗഡയുടെ പാർട്ടിയും ജനതാദളും മതേതര ജനാധിപത്യ കക്ഷികളെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണി ഉണ്ടാക്കുന്നുവെന്നും അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലെയുള്ള ഒരു രാജ്യത്തുണ്ടാക്കുന്നൊരു ഇടതുപക്ഷ മതേതര ജനാധിപത്യ മുന്നണി രാജ്യത്തുണ്ടാക്കണമെന്നും അതിൽ ബി ജെ പി അന്നില്ല, കോൺഗ്രസ് ഒഴിച്ചുള്ള എല്ലാ കക്ഷികളും അതിനകത്ത് വരണമെന്നും ഒക്കെ പറഞ്ഞ് വലിയ ലേഖനമൊക്കെ എഴുതിയതാണ്. അപ്പോൾ ആശയപരമാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് എല്ലാ കാലത്തും ആശയപരമായി ഏത് വിഷയം എടുത്താലും, ഇപ്പോൾ സോഷ്യലിസം എടുത്തു കഴിഞ്ഞാൽ നെഹ്റുവൻ സോഷ്യലിസത്തിലാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്, അല്ലാതെ മാർക്സിയൻ സോഷ്യലിസത്തിലല്ല. അതുപോലെ ഏത് വിഷയം, ജനാധിപത്യം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ജനാധിപത്യം വേറെയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യം വേറെയാണ്. അതുപോലെ മതേതരത്വം ഏത് വിഷയം എടുത്താലും, മതസംഘടനകളോടുള്ള സമീപനം എടുത്താലും, ഇപ്പോൾ ലീഗ് പോലുള്ള സംഘടനകളെ UDF ഉൾക്കൊള്ളും, LDF അത് ഉൾക്കൊള്ളുന്നില്ല. അവരതിൻ്റെ ഒരു പീസൊക്കെ എടുത്ത് പിന്നെ എന്താണ് ഒരു INL ഒക്കെ ഉണ്ടാക്കി, അത് വേറെ കാര്യം. അല്ലാതെ യഥാർത്ഥ അർത്ഥത്തിലുള്ള ലീഗിനെ അവർ ഉൾക്കൊള്ളുന്നില്ല, പിന്നെ മതസംഘടനകൾ ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ ആശയപരമായി വലിയ വ്യത്യാസമുണ്ട് CPM കോൺഗ്രസുമായി. അത് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ RSSനോടും എതിർപ്പുണ്ട്, RSSൻ്റെ ആശയങ്ങളോടും കോൺഗ്രസിന് എതിർപ്പുണ്ട്. അപ്പോൾ കോൺഗ്രസിന് എതിർപ്പുള്ള രണ്ട് ആശയങ്ങളെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് RSSൻ്റെ ആശയങ്ങളോട് എതിർപ്പുണ്ട്. അല്ല, RSSും CPM തുല്യമാണെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞാലല്ലേ ആ രണ്ടുപേർക്കും ദുഃഖം ഉണ്ടാവണ്ടേ, RSSകാർക്കും ദുഃഖം ഉണ്ടാവണം, CPMകാർ അങ്ങനെ പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് RSSൻ്റെയും CPMൻ്റെ ആശയങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു, അല്ല ഞങ്ങൾക്ക് വ്യക്തിപരമായി ആരോടും ശത്രുതയില്ല, ഒരു കലാപവും ഇല്ല, സംഘർഷവും ഇല്ല, ക്രിമിനലിസവും ഇല്ല, ഞങ്ങൾക്ക് തല്ലുമൊന്നുമില്ല, ആശയപരമായിട്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് പറയാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്കില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞു. അതിനെതിരെയാണ് ഇന്ത്യ മുന്നണിയിലൊക്കെ ബഹളം ഉണ്ടാക്കുന്നു. MA ബേബി പറയുന്നു അങ്ങനെ പറഞ്ഞ് ശരിയായില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല? പിന്നെ രണ്ട് പാർട്ടിയുടെ ആവശ്യമില്ല, ഒരു പാർട്ടി മതിയല്ലോ. BJP എന്ന് പറഞ്ഞാൽ ശക്തമായ പാർട്ടിയാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇങ്ങനെ 12 പാർട്ടിയുടെ ആവശ്യമില്ല. ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നാവുക, CPM കൂടെ ഒന്നാവുക, ലയിക്കുക, പിന്നെ കോൺഗ്രസുമായിട്ട് ലയിക്കുക, ഒറ്റ മുന്നണിയായിട്ട് നിൽക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലെ രാജ്യത്ത് ഒരു മുന്നണിയായി നിൽക്കുക. അപ്പോൾ ജയിക്കും, തോൽക്കും. ഇത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് സകല ചവർ പാർട്ടികളെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നവരല്ല, തമ്മിൽ ബന്ധപ്പെടുന്നവരല്ല. ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ CPMും പിന്നെ മമതയും തമ്മിലടിയാണ്, കോൺഗ്രസും മമതയും തമ്മിലടിയാണ്. അങ്ങനെയുള്ളവരെല്ലാം കൂടെ ഡൽഹിയിൽ വന്നിരുന്നുകൊണ്ട് BJPക്കെതിരെ വർത്തമാനം പറയും. പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ആളുകളും കോൺഗ്രസുമായിട്ട് ഡൽഹിയിൽ അടിയാണ്, അവർ വന്നിരുന്ന് പറയും. അതുപോലെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ, ഇങ്ങനെ എവിടെ എടുത്താലും തമ്മിലടിക്കുന്നവരെല്ലാം കൂടി വന്നിരുന്ന് ഒരാൾക്കൂട്ടം പോലെ ഇരുന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയാൽ ഇടിയൻ മുന്നണി അല്ലാതെ എന്ത് അവിയൽ മുന്നണിയായിട്ട് പോകും? ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായ ഒരു ജനാധിപത്യത്തിൽ പ്രതിപക്ഷമൊക്കെ ആവശ്യമുണ്ട്. ഭരണപക്ഷം ഉള്ളതുപോലെ തന്നെ പ്രതിപക്ഷം ആവശ്യമുണ്ട്. പ്രതിപക്ഷം ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാളെ ഭരണപക്ഷമാവും. അതൊക്കെ ജനാധിപത്യത്തിൽ വരുന്നതാണ്, വോട്ടെടുപ്പും ഈ മാറ്റിമറിയലും ഒക്കെ. അതുകൊണ്ട് ദയവായി ഈ CPMകാർ പഠിച്ച് വെക്കേണ്ടത്, നിങ്ങളെ ആരും ഒന്നും പറയാൻ പാടില്ല, നിങ്ങൾക്ക് എല്ലാവരെയും പറയുകയും ചെയ്യാം. നിങ്ങൾ കോൺഗ്രസിന് ആവശ്യമുള്ളതിന് പറയാം. രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കാം, സോണിയാഗാന്ധി അമ്മച്ചി എന്ന് വിളിക്കാം, പിന്നെ പ്രിയങ്ക ഗാന്ധിയെ വേറെ ഇരട്ടപ്പേരിട്ട് വിളിക്കാം, അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണം പറയാം. പക്ഷേ ആശയപരമായി കറക്റ്റാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ആശയപരമായി RSSനോടും താല്പര്യമില്ല, കോൺഗ്രസിനോടും CPMനോടും താല്പര്യമില്ല. അതിലൊരു ബേജാറും ആവേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് കറക്റ്റാണ്. അത് എല്ലാ CPMകാരും കോൺഗ്രസ്സുകാരും പറയുന്നതാണ്. കോൺഗ്രസ് CPM രണ്ട് പാർട്ടിയാണ്, രണ്ട് കാഴ്ചപ്പാടാണ്, രണ്ട് തത്വശാസ്ത്രമാണ്, രണ്ട് തത്വസംഹിതയാണ്, രണ്ട് ആശയമാണ്. അത് അറിഞ്ഞുകൊണ്ട് മാത്രം ഒന്നിച്ച് നിൽക്കുക. ഇതൊരു EMSൻ്റെ അഭാവമാണ് ഈ പ്രശ്നം. അത്രയും ഒരു EMS ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. അപ്പോൾ EMSന് എല്ലാ കാലം ജീവിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ജൂനിയർ EMSമാരുണ്ടായി വന്നില്ല. ഒരു C.ഭാസ്കരൻ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. പിന്നെ തോമസ് ഐസക്കാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ നടന്ന കൂട്ടത്തിൽ ഇത് വിട്ടുപോയി. അദ്ദേഹം മുഖ്യമന്ത്രി മന്ത്രിയാവാൻ ഈ ജ്ഞാനകേളം എന്ന് പറഞ്ഞത് നടക്കാതെ മാർക്സിസ്റ്റ് പാർട്ടി ആശയപരമായി ഉയർത്തുന്ന തലങ്ങളിലേക്ക് EMS കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കേണ്ടുന്ന ഏറ്റവും പ്രഗത്ഭനായി നിൽക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു തോമസ് ഐസക്. അദ്ദേഹം പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നടന്ന് സമയം കളയുന്നതുകൊണ്ട് MA ബേബിക്ക് ഇന്ന് സമയമില്ല, ഈ വായിക്കാനും എഴുതാനും ഇതെല്ലാം കൂടെ പറയാൻ സമയമില്ല. അപ്പോൾ അങ്ങനത്തെ ആശയദാരിദ്ര്യം ഉള്ളത് ശരിക്കും CPMലാണ്. അങ്ങനെ ഒരു ആളില്ല അതിനകത്ത് ആശയപരമായി പ്രതിരോധിക്കാൻ. അതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.